നമസ്കാരം. പ്രധാന വാർത്തകൾ. വഖഫ് വിഷയത്തിൽ ബി.ജെ.പി. സർക്കാരിന്റേത് തീക്കളിയെന്ന് CPM ജനറൽ സെക്രട്ടറി M.A. ബേബി. സുപ്രീം കോടതി വിധി ബി.ജെ.പിക്കേറ്റ പ്രഹരം. ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി പാലക്കാട്ടെത്തിയ M.A. ബേബിക്ക് സ്വീകരണം. വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. മുനമ്പത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ബി.ജെ.പിയും RSSും നടത്തിയ ശ്രമം വിലപ്പോയില്ല. ഇതിന് തെളിവാണ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെന്ന് M.V. ഗോവിന്ദൻ. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് പുതിയ സെക്രട്ടേറിയറ്റ്. 11-അംഗ സെക്രട്ടേറിയറ്റിൽ 2 പൊതുമുഖങ്ങൾ. പാലക്കാട് നഗരസഭയുടെ ഒരു പദ്ധതിക്ക് RSS സ്ഥാപകന്റെ പേരിടുന്നത് ഉചിതമായ നടപടിയല്ലെന്ന് മന്ത്രി M.B. രാജേഷ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയോ ഭരണാധികാരികളെന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെയോ പേരാണ് നിശ്ചയിക്കുന്നതെങ്കിൽ യുക്തിയുണ്ട്. നേതാക്കൾക്ക് സ്മാരകം വേണമെങ്കിൽ അതാത് പാർട്ടികൾക്ക് സ്വന്തമായി നിർമ്മിക്കാമെന്നും മന്ത്രി. അട്ടപ്പാടി പുരപ്പുറ സോളാർ പദ്ധതിക്കെതിരെ ആദിവാസി കുടുംബങ്ങൾ കോടതിയിലേക്ക്. ഒരു വീടിന് 7 ലക്ഷം ചെലവഴിച്ച് നടപ്പാക്കിയ കോടികളുടെ പദ്ധതി നോക്കുകുത്തിയായി. വകുപ്പ് മന്ത്രിക്കെതിരെ അഴിമതി ആരോപണമുയർന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർവഹണ ഏജൻസിയായ അനേർട്ടിലെ ചില ഉദ്യോഗസ്ഥരും സംശയനിഴലിൽ. മാത്തൂരിൽ വിഷുവേലയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. പ്രതികൾ ആക്രമിച്ചത് സംഘർഷം തടയാൻ ശ്രമിച്ച SI ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ റിമാൻഡിൽ. ചെറുതുരുത്തിയിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് നിരവധി പേർക്ക് പരിക്ക്. പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഇടിച്ചു തകർത്തു. നിർത്താതെ പോയ കാർ പിന്തുടർന്ന് പിടികൂടിയത് നാട്ടുകാരും പോലീസും ചേർന്ന്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സെൻട്രലിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച അപകടം. പഴയ കുറാഞ്ചേരി ജംഗ്ഷനിൽ കാറും ഗൂഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. ത്യാഗസ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. കുരിശിന്റെ വഴിയിൽ അണിനിരന്ന വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. ഇനി പ്രത്യാശയുടെ ഉയർപ്പ് തിരുനാളിനായുള്ള കാത്തിരിപ്പ്. കുരിശ് രക്ഷയുടെ മാർഗമെന്ന് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. വാർത്തകൾ വിശദമായി. വഖഫ് വിഷയത്തിൽ തീക്കളിയാണ് ബി.ജെ.പി. സർക്കാർ നടത്തുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി M.A. ബേബി. പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ കണ്ട നടൻ ജനലിലൂടെ ചാടി രക്ഷപ്പെട്ട സംഭവത്തിൽ ജനലിലൂടെ ആര് ചാടി എന്നതല്ല, ലഹരിയാണ് പ്രശ്നമെന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി M.A. ബേബി പറഞ്ഞു. ചലച്ചിത്ര താരങ്ങൾ മാതൃകയാകേണ്ടവരാണ്. ആര് ജനലിലൂടെ ചാടി എന്നുള്ളതല്ല, ഇതിനെ സാമൂഹ്യ പ്രശ്നമെന്ന നിലയിലാണ് അഡ്രസ് ചെയ്യേണ്ടത്. സമൂഹത്തിൽ ലഹരി ഉപയോഗം ഇല്ലാതാകണം. വലിയ ഇടപെടലുണ്ട്. മാധ്യമങ്ങൾ രണ്ട് ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് സംസാരിച്ചു. നിങ്ങളുടെ ഒരു ദൃശ്യമാധ്യമത്തിന്റെ പ്രധാന നേതാവ് തന്നെ ശ്രീകണ്ഠൻ നായർ പറയുന്നത് എന്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു കേരള യാത്ര നടത്തുന്നു. വേറെ എന്തുകൊണ്ട് ചാനലുകൾ എന്നോട് സംസാരിച്ചു. ഞങ്ങളുടെ ചാനല് ഈ മയക്കുമരുന്നിനെതിരായിട്ട് കാര്യങ്ങൾ. അപ്പൊ ആ നിലയിൽ ഒരു സാമൂഹ്യം, അപ്പൊ അതിലൊരു പൊതു പ്രശ്നമായി കാണുന്നു. കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ വലിയ നവോത്ഥാന നായകനായിട്ടുള്ള ഈ കളിയുടെയും പിന്നെ ശ്രീനാരായണന്റെയും സ്വാമികളുടെയും ചാവറപ്പുരി നാടാണ് ഇവിടെയൊക്കെ സംഭവിക്കാൻ പാടില്ല. എന്നാൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. വഖഫ് വിഷയത്തിൽ ബി.ജെ.പിക്കേറ്റ പ്രഹരമാണ് സുപ്രീം കോടതി വിധിയെന്നും M.A. ബേബി പറഞ്ഞു. ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. പാലക്കാട് നഗരസഭ ആരാധിക്കേണ്ടത് RSS നേതാക്കളെയല്ല. വഖഫ് വിഷയത്തിൽ തീക്കളിയാണ് ബി.ജെ.പി. സർക്കാർ നടത്തുന്നതെന്നും സുപ്രീം കോടതി ഇത്രയെങ്കിലും ഇടപെട്ടത് ആശ്വാസകരമാണെന്നും മോദിയും അമിത്ഷായും തിരുത്തലിന് തയ്യാറാകണമെന്നും M.A. ബേബി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. മുനമ്പത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ബി.ജെ.പിയും RSSും ശ്രമിച്ചു. എന്നാൽ അത് വിലപ്പോയില്ലെന്നതിന്റെ തെളിവാണ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. മുനമ്പം നിവാസികൾക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കണമെന്നുള്ളതാണ് സർക്കാർ നിലപാടെന്ന് M.V. ഗോവിന്ദൻ പറഞ്ഞു. വിഷയം വേഗത്തിൽ പരിഹരിക്കുക എന്നതാണ് പാർട്ടിയും സർക്കാരും ലക്ഷ്യമിടുന്നത്. വർഗീയമായ ചേരിതിരിവില്ലാതെ യോജിപ്പോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതിന്റെ സമയം മാത്രമേ എടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. ചേരിതിരിവ് ഉണ്ടാക്കാനാണ് ബി.ജെ.പിയും RSSും മുനമ്പത്ത് ശ്രമിച്ചത്. പക്ഷേ അത് സാധിച്ചില്ല. അതിന്റെ പ്രഖ്യാപനമാണ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം. ഡൽഹിയിൽ ദുഃഖവെള്ളി ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് അനുമതി നിഷേധിച്ച സംഭവത്തിൽ കേരളത്തിന്റെ സവിശേഷ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവിടെ ബി.ജെ.പി. ദുഃഖവെള്ളി ഈസ്റ്റർ ആഘോഷങ്ങളെ എതിർക്കാത്തതെന്ന് M.V. ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യം ലക്ഷ്യം വെച്ചാണ് ബി.ജെ.പിയുടെ കേരളത്തിലെ നിലപാടെന്നും M.V. ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. തിരിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ BJPയും RSSും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്.
അതിന് ചേരുതിരിവുണ്ടാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ചേരുതിരിവുണ്ടാക്കാനായില്ല എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിരുമേനിയിൽ നിന്ന് ഉണ്ടായത്. പക്ഷേ ഡൽഹി ഉൾപ്പെടെ നഗരങ്ങളിൽ ഈസ്റ്റർ ആഘോഷിക്കാൻ അനുമതി പോലും ലഭിച്ചിട്ടില്ല. ഇവിടെ ക്രൈസ്തവർക്കൊപ്പം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്ക് എങ്ങനെയാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ആനുകൂല്യം നേടാനാവുക എന്നുള്ള കാര്യമാണ് അവരാലോചിക്കുന്നത്. അല്ലാണ്ട് ക്രൈസ്തവരുടെ താല്പര്യവും സംരക്ഷണത്തിൻ്റെ പ്രശ്നമല്ല. അത് നല്ലപോലെ തിരിച്ചറിയാൻ ഇപ്പോൾ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ശ്രമിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. CPM ജനറൽ സെക്രട്ടറി ആയ ശേഷം ആദ്യമായി പാലക്കാട്ടെത്തിയ MA ബേബിയെ CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം റോഡ് മാർഗമാണ് MA ബേബി പാലക്കാട്ടെത്തിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും MA ബേബിക്ക് സ്വീകരണം നൽകി. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി പാലക്കാട്ടെത്തിയ MA ബേബിക്ക് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഊഷ്മളമായ സ്വീകരണം നൽകിയത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് എന്നിവർ ചേർന്ന് ജനറൽ സെക്രട്ടറിയെ വരവേറ്റു. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ MA ബേബിയെ ഹാരമണിയിച്ചാണ് സ്വീകരിച്ചത്. നേരത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് CPM പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ വരവേൽപ്പ് നൽകി. MA ബേബിക്കൊപ്പം ഭാര്യ ബെറ്റി ലൂയിസും ഉണ്ടായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S അജയകുമാർ, M ഹംസ, MR മുരളി, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, DYFI ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ MA ബേബിയെ ഷോൾ അണിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം കാർ മാർഗമാണ് പാലക്കാട്ടേക്ക് MA ബേബി യാത്ര തിരിച്ചത്. STV ന്യൂസ്, ഷൊർണൂർ, പാലക്കാട്. പാലക്കാട് നഗരസഭയുടെ ഒരു പദ്ധതിക്ക് RSS സ്ഥാപകന്റെ പേരിടുന്നത് ഉചിതമായ നടപടിയല്ലെന്ന് മന്ത്രി MB രാജേഷ്. സ്വാതന്ത്ര്യസമര സേനാനികളുടെയോ ഭരണാധികാരികളെന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെയോ പേരാണ് പരിഗണിക്കുന്നതെങ്കിൽ യുക്തിയുണ്ടെന്ന് MB രാജേഷ് പാലക്കാട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നേതാക്കൾക്ക് സ്മാരകം വേണമെങ്കിൽ അതാത് പാർട്ടികൾക്ക് സ്വന്തമായി നിർമ്മിക്കാമെന്ന് മന്ത്രി MB രാജേഷ് ചൂണ്ടിക്കാട്ടി. നഗരസഭയുടെ പദ്ധതിക്ക് അങ്ങനെ പേര് നൽകുന്നത് ഉചിതമല്ല. ഹെഡ്ഗേവാർ ആദ്യഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പിന്നീട് സജീവമല്ലാതായി. വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പരാതി കിട്ടിയിട്ടില്ല. കിട്ടിയാൽ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ ലോകത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും ലഹരിയുടെ ഉപയോഗം അപകടകരമാണെന്ന് എക്സൈസ് വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി രാജേഷ് പറഞ്ഞു. നമുക്ക് പരിശോധിക്കാം. ബാക്കി അതിന്റെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ പരാതിയും അതിന്റെ ബാക്കി വസ്തുതകളും പരിശോധിച്ചിട്ട് അക്കാര്യത്തിൽ പറയാനാവുക. ഇതില് ഞാൻ പറയുന്നത് ഇതിന്റെ സാങ്കേതികത്വം മറ്റുമൊക്കെ അവിടെ നിൽക്കട്ടെ. ധാർമ്മികമായും രാഷ്ട്രീയമായിട്ടും അത് ശരിയല്ല. അവരുടെ നേതാവിനൊരു സ്മാരകം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് സ്മാരകം ഉണ്ടാക്കാം. അത് പാർക്ക് തടയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ആരുടെ പേരിന്റെ സ്മാരകം ഉണ്ടാക്കാം. പക്ഷേ അതൊരു സർക്കാർ പദ്ധതിയെ അതിന് ദുരുപയോഗിക്കുന്നത് ശരിയായി പറയാം. സ്വാതന്ത്ര്യ സമരത്തോട് പൊതുവിൽ സ്വീകരിച്ച സമീപനം അതായിരുന്നു. ഒരു ഘട്ടം വരെ ഇവരെല്ലാം സ്വാതന്ത്ര്യം, അതുകൊണ്ടാണല്ലോ സവർക്കർ ജയിലിൽ പോയത്. സവർക്കർ ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ്. പക്ഷെ ജയിലിലെത്തിയപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ മാപ്പപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവർ വളരെ പ്രകോപിതരാവും.
പക്ഷേ ആ പ്രകോപനത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് 6 കത്തുകളോടെ കിടക്കുകയാണ്, അനിഷേധ്യമായ തെളിവുകൾ. ഇവിടെ ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ. അതെവിടെ എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമല്ല. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് പുതിയ സെക്രട്ടേറിയറ്റ്. 11 അംഗ സെക്രട്ടേറിയറ്റിൽ 2 പേർ പുതുമുഖങ്ങളാണ്. CPM മണലൂർ മുൻ ഏരിയ സെക്രട്ടറി TV ഹരിദാസിനെയും M ബാലാജിയെയും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. MM വർഗീസ്, മുരളി പെരുന്നെല്ലി എന്നിവരുടെ ഒഴിവിലാണ് തെരഞ്ഞെടുത്തത്. UP ജോസഫ്, KV അബ്ദുൽ ഖാദർ, PK ഡേവിസ്, PK ഷാജൻ, KV നഫീസ, TK വാസു, സേവിയർ ചിറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, PK ചന്ദ്രശേഖരൻ തുടങ്ങിയവരാണ് മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. PK ചന്ദ്രശേഖരനെ പുതിയ ജില്ലാ LDF കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മധൂരിൽ വിഷുവേലയ്ക്കിടെയുണ്ടായ സംഘർഷത്തിൽ SI ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച കേസിലെ 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ പാലക്കാട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിഷുവേലയ്ക്കിടെയുണ്ടായ സംഘർഷം പിരിച്ചുവിടാനെത്തിയ ഗ്രേഡ് സബ് ഇൻസ്പെക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാത്തൂർ വിശ്വലം കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേലയ്ക്കിടെയാണ് സംഘർഷമുണ്ടായത്. പിരിച്ചുവിടാൻ എത്തിയ ഗ്രേഡ് SI സുരേഷ് കുമാറിനെ 5 പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 6-ന് വിശ്വലത്ത് വെച്ചായിരുന്നു സംഭവം. മർദ്ദനത്തിൽ നിലത്ത് വീണ സുരേഷ് കുമാറിന്റെ ഇടതുതോളിൽ പരിക്ക് പറ്റിയിരുന്നു. പരിക്കേറ്റ SIയെ കുഴൽമന്നം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി. സംഭവത്തോടനുബന്ധിച്ച് വീശ്വലം സ്വദേശികളായ 28 വയസ്സുള്ള സുഭാഷ്, 23 വയസ്സുള്ള C മിഥുൻ, 30 വയസ്സുള്ള കിഷോർ, 32 വയസ്സുള്ള K ഷാജു, 30 വയസ്സുള്ള അനീഷ് എന്നിവരെ കുഴൽമന്ദം പോലീസ് വ്യാഴാഴ്ച വൈകുന്നേരം അറസ്റ്റ് ചെയ്തു. പ്രതികളെ പാലക്കാട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അട്ടപ്പാടി ആദിവാസി മേഖലയിലെ പുരപ്പുറ സോളാർ പദ്ധതിക്കെതിരെ ആദിവാസി വിഭാഗം കോടതിയിലേക്ക്. ഒരു വീടിന് 7 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പദ്ധതിക്ക് ഇനിയും വെളിച്ചം നൽകാനായിട്ടില്ല. പദ്ധതിക്കെതിരെ പരാതികൾ വ്യാപകമായിട്ടും ആരും അന്വേഷിക്കാത്ത സാഹചര്യത്തിലാണ് ആദിവാസി കുടുംബങ്ങൾ കോടതിയെ സമീപിക്കുന്നത്. സൗരോർജ്ജ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അട്ടപ്പാടി ആദിവാസി കോളനിയിലെ വീടുകളിൽ പുരപ്പുറ സോളാർ പദ്ധതി നടപ്പാക്കിയത്. പദ്ധതി നടപ്പാക്കാനായി സർക്കാർ ഏജൻസിയായ അനർട്ടിനെയാണ് ചുമതലപ്പെടുത്തിയത്. അനർട്ടിൽ നിന്ന് കരാർ ഏറ്റെടുത്ത കമ്പനിയാണ് പുരപ്പുറങ്ങളിൽ സോളാർ സ്ഥാപിച്ചത്. അനർട്ടിലെ പ്രമുഖ ഉദ്യോഗസ്ഥന് ബന്ധമുള്ള ബാംഗ്ലൂർ ആസ്ഥാനമായ കമ്പനി ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി ആരോപണമുയർന്നിരുന്നു. അട്ടപ്പാടി മേഖലയിലെ പുരപ്പുറ സോളാർ പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കാൻ അതേ പദ്ധതിയിലെ ഉദ്യോഗസ്ഥനെ വൈദ്യുതി മന്ത്രി ചുമതലപ്പെടുത്തിയതും വിവാദമായി. പുരപ്പുറ സോളാർ പദ്ധതിക്കായി ഉപകരണങ്ങൾ തലച്ചുമടായി കിലോമീറ്ററുകൾ താണ്ടിയെത്തിച്ച അട്ടപ്പാടി നിവാസികൾക്ക് കമ്പനി കുറഞ്ഞ വേതനമാണ് നൽകിയതെന്നും ആരോപണമുണ്ട്. ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പദ്ധതിക്കെതിരെ കോടതിയെ സമീപിക്കുന്നതെന്ന് ഗലസിയൂരിലെ ശിവൻ പറഞ്ഞു. ഈ അനാർട്ട് പദ്ധതിയുമായിട്ട് ഞങ്ങൾക്കൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ 8 കിലോമീറ്ററോളം തലച്ചുമടായിട്ട് ഏറ്റിട്ടാണ് ഇവിടെ എത്തിക്കപ്പെട്ടിട്ടുള്ളതും പണി ഏകദേശം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും. അതും വെറും 300 രൂപ കൂലി. ഞങ്ങൾക്കിതിൻ്റെ എസ്റ്റിമേറ്റ്, ആദ്യം കിട്ടിയ എസ്റ്റിമേറ്റ് ഒരു വീടിന് 7 ലക്ഷം രൂപയാണ് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഈ 7 ലക്ഷം രൂപയുടെ പണി ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ഏതൊരു ഉദ്യോഗസ്ഥനും ഇവിടെ വന്നിട്ട് ഒരു അന്വേഷണം ഇതുവരെ നടത്തിയിട്ടുമില്ല. ഞങ്ങൾ എന്തായാലും ഈ വിഷയമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. കേസുമായിട്ട് ഞങ്ങൾ പോകും തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തിയിൽ അമിത വേഗതയിൽ വന്ന കാറിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്ക്. റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും ഇടിച്ചു തകർത്തു. സംഭവങ്ങൾക്ക് ശേഷം നിർത്താതെ പോയ വാഹനത്തെ ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി. വ്യാഴാഴ്ച വൈകുന്നേരം 7:30യോടെയായിരുന്നു സംഭവം. പള്ളം എസ്റ്റേറ്റ് പടി സ്വദേശിയായ പാലത്തിങ്കിൽ റസീം എന്ന യുവാവാണ് കാർ ഓടിച്ചിരുന്നത്. പള്ളത്ത് നിന്നും പള്ളിക്കര വഴി അമിത വേഗതയിൽ വന്ന കാർ നെടുമ്പുര, പന്നിയടി എന്നീ സ്ഥലങ്ങളിൽ ആളുകളെ ഇടിച്ചു വീഴ്ത്തുകയും നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. നിരവധി പേർക്ക് പരിക്ക് പറ്റി. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് വെച്ച് ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വാഹനം പിടിച്ചെടുത്തു. വാഹനത്തിലുണ്ടായിരുന്ന യുവാക്കളെയും യുവതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനിടെ കാർ ഓടിച്ചിരുന്ന ആളെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. ചെറുതുരുത്തി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ വെച്ചാണ് അപകടമുണ്ടായത്. പുന്നയൂർ കുളത്തുനിന്ന് രോഗിയുമായി പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ ആക്സ് ആംബുലൻസിൽ മാറ്റിക്കയറ്റി കൊണ്ടുപോയി. സംഭവം കണ്ട അതുവഴി പോവുകയായിരുന്ന കുന്നംകുളം MLA AC മൊയ്തീൻ സ്ഥലത്തിറങ്ങുകയും രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി കുറാഞ്ചേരിയിൽ ഗൂഡ്സ് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച അപകടം. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മയിൽകുറ്റി തകർത്ത് കാനയിലേക്ക് പതിച്ചു. കുറാഞ്ചേരി ഭാഗത്തു നിന്ന് കേച്ചേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും തൃശൂരിൽ നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടങ്ങൾ തുടർക്കഥയായ മേഖലയിൽ വേഗനിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദുഃഖവെള്ളി ആചരിച്ച് ക്രൈസ്തവ സമൂഹം. അരികെ പ്രത്യാശയുടെ ഈസ്റ്റർ. ഷൊർണൂർ നഗരത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ തിരുക്കർമ്മങ്ങൾക്ക് ഒരുങ്ങി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. പ്രത്യാശയുടെ ഈസ്റ്ററിനായുള്ള കാത്തിരിപ്പാണിനി. ക്രൈസ്തവ വിശ്വാസപ്രകാരം ഏറ്റവും മഹത്തരമാണ് ഉയിർപ്പു തിരുനാൾ. ഷൊർണൂർ മേഖലയിലെ ദേവാലയങ്ങൾ ഉയിർപ്പു തിരുനാൾ ആഘോഷത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. കുളഞ്ചേരിക്കുളം സെന്റ് ആഗ്നസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കുരിശിന്റെ വഴി കുളപ്പുള്ളി വഴി ദേവാലയത്തിൽ തിരിച്ചെത്തി സമാപിച്ചു. ശനിയാഴ്ച രാത്രി 10 മണിക്ക് പള്ളിയിൽ പാതിരാ കുർബാന നടക്കും. വികാരി അച്ഛൻ ഡബിൻ അക്കാട്ട് പ്രാർത്ഥനകൾക്കും ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. ഷൊർണൂരിലെ മറ്റ് ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ കുരിശിന്റെ വഴിയിലും തിരുക്കർമ്മങ്ങളിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദുഃഖവെള്ളിയുടെ ഭാഗമായി ദേവാലയത്തിൽ വൈകിട്ട് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ മിഥുൻ കോമ്പാറ, ഫാദർ ടിബിൻ കോരോത്ത് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ദേവാലയത്തിൽ നിന്ന് കുരിശിന്റെ വഴി ആരംഭിച്ച് ടൗൺ ചുറ്റിയ ശേഷം ദേവാലയത്തിൽ സമാപിച്ചു. ഇടവകയിലെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ഞായറാഴ്ച ക്രൈസ്തവർ ഈസ്റ്റർ ആചരിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് അതിരൂപത മെത്രോപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുരിശ് രക്ഷയുടെ മാർഗമാണെന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ മാർ ആൻഡ്രൂസ് താഴത്ത് ചൂണ്ടിക്കാട്ടി. കത്തീഡ്രൽ വികാരി റവറന്റ് ഫാദർ ജോസ് വല്ലൂരാൻ, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ, സഹവികാരിമാരായ റവറന്റ് ഫാദർ പ്രിജോ വടക്കേത്തല, ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ ചടങ്ങുകളിൽ സഹകാർമ്മികരായി. അധർമ്മം നിറഞ്ഞ ഭൂമിയെ രക്ഷിക്കാൻ ദൈവപുത്രനായ യേശു ഭൂമിയിൽ അവതരിച്ചു. പീഡകൾ സഹിച്ച് കുരിശുമരണത്തിലൂടെ ഉദ്ധാനം ചെയ്തതുകൊണ്ട് കുരിശ് രക്ഷയുടെ മാർഗമാവുകയും മഹത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ചടങ്ങുകൾക്ക് നടത്തുകൈക്കാരൻ ലൂവി കണ്ണാത്ത്, കൈക്കാരന്മാരായ ജോസ് ചിറ്റാട്ടുകര, ജോജു മഞ്ഞില, തോമസ് കോനിക്കര, ഭക്തസംഘടനാ അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊണ്ടാടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വികാരി കുര്യക്കോസ് ജോൺസൺ, പ്രധാന ശുശ്രൂഷകൻ ജോയ് മെക്കറ്റിൽ, ശുശ്രൂഷകൻ പിന്റു പോൾ, ബിബിൻ മാത്യു കൈക്കാരൻ, PT ഐസക്, ഇടിഞ്ഞുകുഴിയിൽ സെക്രട്ടറി ബേബി എന്നിവർ നേതൃത്വം നൽകി. റെക്കോർഡ് സൃഷ്ടിച്ച് കുടുംബശ്രീയുടെ മെഗാ ചവിട്ടുകളി.
മുതുതല കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ചുവട് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ചവിട്ടുകളിയാണ് ടാലന്റ് റെക്കോർഡ്സ് ബുക്കിൽ ഇടം പിടിച്ചത്. 1040 പേർ ചുവടുവെച്ചപ്പോൾ അത് വേറിട്ട കാഴ്ചയായി. താനേ തനിന്താനേ താനിന്നാനോ പാട്ടിനൊപ്പം 1000-ലധികം കുടുംബശ്രീ അംഗങ്ങൾ ചവിട്ടുകളിയിൽ ചുവടുവെച്ചപ്പോൾ അത് കാണികൾക്ക് വേറിട്ട അനുഭവമായി. മുതുതല കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിലാണ് ചുവട് 2025 സംഘടിപ്പിച്ചത്. റെക്കോർഡ് ബുക്കിൽ ഇടം നേടാനായിരുന്നു ചവിട്ടുകളി. ഒടുവിൽ 1040 പേർ അണിനിരന്ന മെഗാ ചവിട്ടുകളി ടാലന്റ് റെക്കോർഡ്സ് ബുക്കിൽ ഇടം നേടി. ടാലന്റ് ബുക്സ് ഓഫ് റെക്കോർഡ് നിരീക്ഷകരും കളി വീക്ഷിക്കാനെത്തിയിരുന്നു. ബാലികമാർ മുതൽ മുത്തശ്ശികൾ വരെ ചവിട്ടുകളിയിൽ പങ്കാളികളായി. വള്ളുവനാട്ടിൽ ഉത്സവകാലങ്ങളിലും ഓണം, വിഷു തുടങ്ങിയ വിശേഷ വേളകളിലും നടന്നുവരുന്ന ചവിട്ടുകളി അതിൻ്റെ പ്രാധാന്യമൊട്ടും ചോരാതെയാണ് അവതരിപ്പിച്ചത്. സാധാരണ പുരുഷന്മാർ മുണ്ട് മടക്കിക്കുത്തി തോർത്ത് തലയിൽ കെട്ടി കളിക്കുന്ന ചവിട്ടുകളി സെറ്റുമുണ്ടെടുത്ത് കുടുംബശ്രീയിലെ വനിതകൾ അവതരിപ്പിച്ചതും കൗതുക കാഴ്ചയായി. മാസങ്ങളുടെ അധ്വാനം വേണ്ടിവന്നു ഇതിന്. ചവിട്ടുകളിയെ ജനകീയവൽക്കരിക്കുന്നതിനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ മെഗാ ചവിട്ടുകളി സംഘടിപ്പിച്ചത്. മുതുതല ഗ്രാമപഞ്ചായത്ത് CDSന്റെ മെഗാ ചവിട്ടുകളി ടാലന്റ് ബുക്കിൽ ഇടം നേടിയതായുള്ള സർട്ടിഫിക്കറ്റ് അധികൃതർ കൈമാറി. മെഗാ ചവിട്ടുകളിക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച സാംസ്കാരിക സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് ഒട്ടേറെ ഇതുപോലെയുള്ള മെഗാ ചുവടുവെപ്പുകൾ പല രീതിയിൽ നമ്മുടെ ജില്ലയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലിയൊരു കൂട്ടായ്മയാണ് ഈ രംഗത്ത് ആ പ്രവർത്തനത്തിലൂടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വേനൽ അവധിയിൽ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ഭാരതപ്പുഴ കാണാനും കുളിക്കാനുമായി കുട്ടിക്കൂട്ടങ്ങളും കുടുംബങ്ങളും ധാരാളമായി എത്തുന്നുണ്ട്. രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് ലൈഫ് ഗാർഡ് നിഷാദ് വരവൂർ പറഞ്ഞു. കഴിഞ്ഞ വർഷം 14 മരണങ്ങളാണ് ഭാരതപ്പുഴയിൽ ഉണ്ടായത്. ഇതിൽ പകുതിയിലധികവും കുട്ടികളാണ്. വേനലവധി എത്തിയതോടെ 100 കണക്കിന് കുട്ടികളും രക്ഷിതാക്കളും പുഴ കാണാനും കുളിക്കുവാനുമായി ഭാരതപ്പുഴയിലെത്തുന്നത്. ഭാരതപ്പുഴയിലെ തടയണ അടഞ്ഞുകിടക്കുന്നതിനാൽ കിലോമീറ്ററോളം വെള്ളം നിലവിൽ കെട്ടി നിൽക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ കുടുംബങ്ങൾ പുഴയോരത്ത് എത്തുന്നത്. പുഴ പുറമേ ശാന്തമായി തോന്നുമെങ്കിലും പുഴയിൽ ഇറങ്ങിയാൽ നിലകിട്ടാതെ മുങ്ങിപ്പോകും. രക്ഷിക്കാനിറങ്ങുന്നവരും അപകടത്തിൽപ്പെടും. കഴിഞ്ഞ വർഷം 14 ജീവനുകളാണ് പുഴ കവർന്നെടുത്തത്. ഇതിൽ പകുതിയിലധികവും കുട്ടികളായിരുന്നു. വളരെ ശക്തമായ ചുഴികളാണ് പുഴയിലുള്ളത്. അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിക്കാറില്ല. മദ്യപിച്ച് എത്തുന്ന ആളുകളും പുഴയിൽ ഇറങ്ങുന്നുണ്ട്. കുടുംബമായി എത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഭാരതപ്പുഴ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പലരെയും രക്ഷപ്പെടുത്തിയ ലൈഫ് ഗാർഡ് നിഷാദ് വരവൂർ പറഞ്ഞു. 3-4 മാസത്തിനുള്ളിൽ 10-17 മരണങ്ങൾ നമ്മളിവിടെ പല സ്ഥലങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചില നോർമലായി വെള്ളം നിൽക്കുന്നത് കാണാം, പക്ഷേ നല്ല ആഴമേറിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് കുട്ടികളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മളിപ്പോൾ വളരെ നോർമലായിട്ട് പുഴക്കെടുക്കും, പക്ഷേ അടിയൊഴുക്കുകളുണ്ടാവാം. മുൻകാലങ്ങളിൽ മണലെടുത്ത കുഴികളുണ്ട് പല സ്ഥലങ്ങളിലും. അതുമാതിരി തന്നെ പ്രളയം വന്നപ്പോൾ പുഴയുടെ ഗതി തന്നെ മാറി ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ മണൽ ഈ പുഴ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുണ്ടുകൾ പലർക്കും അറിയില്ല. അപ്പോൾ പോയി പെട്ടെന്ന് പെട്ടുകഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റിന് താഴെ നമുക്ക് സമയമുള്ളൂ. മുങ്ങി മരണങ്ങൾ ഒഴിവാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലന കേന്ദ്രങ്ങളും തുടങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലഹരി വിൽപ്പനയിലൂടെ ഗുരുവായൂർ സ്വദേശി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ടി. ഗുരുവായൂർ തൈക്കാട് സ്വദേശി മാണിക്കത്തുപടി വല്ലാശ്ശേരി വീട്ടിൽ PA ആകർഷന്റെ കാറും മോട്ടോർ സൈക്കിളുമാണ് കണ്ടുകെട്ടിയത്. തൃശൂർ ഈസ്റ്റ് ഇൻസ്പെക്ടർ നൽകിയ താൽക്കാലിക ഓർഡർ ശരിവെച്ചുകൊണ്ടാണ് ചെന്നൈ സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് കമ്മീഷണർ B. യമുനാദേവി പ്രതി PA ആകർഷിന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിറക്കിയത്. 2024 ജൂലൈ മാസത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 45 ഗ്രാം രാസലഹരിയുമായി 2 പേർ അറസ്റ്റിലായിരുന്നു.
അന്വേഷണത്തിൽ ആകർഷ് എന്ന യുവാവാണ് പ്രതികൾക്ക് രാസലഹരി നൽകിയതെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആകർഷിനെയും ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ IPSന്റെ നിർദ്ദേശപ്രകാരം ആകർഷിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചതിൽ ഇയാൾക്ക് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ വൻതോതിൽ പണം ലഭിച്ചിരുന്നുവെന്നും അതുപയോഗിച്ചാണ് ആഡംബര കാറും ബൈക്കും വാങ്ങിയതെന്നും കണ്ടെത്തി. തുടർന്നാണ് വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതിന് 2025 മാർച്ച് മാസത്തിൽ ഈസ്റ്റ് ഇൻസ്പെക്ടർ ജിജോ MJ ഉത്തരവിറക്കിയത്. ഇതിന്റെ സ്ഥിരീകരണത്തിനു വേണ്ടി ചെന്നൈയിലുള്ള കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് അയച്ചു. അതോറിറ്റി വിചാരണയ്ക്ക് ശേഷം സ്വത്ത് കണ്ടുകെട്ടാനുള്ള ഉത്തരവ് സ്ഥിരീകരിച്ചുകൊണ്ട് ഓർഡർ ഇറക്കുകയായിരുന്നു. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അടുത്ത കാലത്ത് പിടിയിലായ മറ്റ് NDPS കേസ് പ്രതികൾക്കെതിരെയും ഇത്തരത്തിൽ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് ചെന്നൈയിലെ കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് വിവരങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N ശങ്കരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളക്കരം ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്ന് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അൻവർ സാദിഖ് പറഞ്ഞു. ബില്ല് കണ്ട് പലരും ഷോക്കേറ്റ അവസ്ഥയിലാണെന്നും പഞ്ചായത്ത് അംഗം കൂട്ടിച്ചേർത്തു. ഇവരിൽ സ്വന്തമായി വീട് പോലും ഇല്ലാത്തവർ പോലും ഉൾപ്പെട്ടിട്ടുണ്ട്. മണ്ണൂർ പഞ്ചായത്തിലെ 20ഓളം പേർ പരാതിയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. വാർഡംഗത്തിനും നിരവധി പരാതികൾ കിട്ടിക്കഴിഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ കുടുംബങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ആദ്യ ബിൽ 3000 രൂപ മുതൽ 4000-ൽ അധികമായി വന്നപ്പോൾ കുടിവെള്ളം മുടങ്ങരുതെന്ന് വിചാരിച്ച് ജനങ്ങൾ നിവൃത്തിയില്ലാതെ വാട്ടർ അതോറിറ്റിയിൽ കൊണ്ടുപോയി ബില്ലടച്ചു. എന്നാൽ അത് കഴിഞ്ഞ് 2-3 മാസങ്ങളിലായി 3000 മുതൽ 26,000 രൂപ വരെ ഓരോ ഉപഭോക്താക്കൾക്കായി ബില്ല് വന്നിരിക്കുന്നത്. ഇത് കയ്യിൽ കിട്ടിയതോടെ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. പഞ്ചായത്തിൽ നിന്ന് അയച്ച ബില്ല് പെട്ടെന്ന് കൊണ്ടടയ്ക്കാം, പക്ഷെ ഇത്രയും ബില്ല് വന്നാൽ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. ഇത്രയും വെള്ളം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിത് പറ്റില്ല. അവര് ബില്ല് കണ്ടപ്പോ അവര് വീട് പണി നടക്കണമെന്നൊക്കെ ചോദിക്കണം. ഇത്തരം ബില്ല് വരാൻ അങ്ങനെയൊക്കെയുള്ള ചോദിക്കും. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കൃഷി തോനുണ്ട്, വെള്ളം അതിരിക്കും കിട്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ദിവസം ഒരു ഡ്രം അറച്ചിട്ടുണ്ടെങ്കിൽ അത് 3 ദിവസം എത്തിക്കുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് ഈ ബിൽ ഒരിക്കലും താങ്ങാൻ കഴിയുന്നത് അല്ല. വാട്ടർ അതോറിറ്റി അധികാരികളെ ഇതുമായി പഞ്ചായത്ത് അംഗം ബന്ധപ്പെട്ടപ്പോൾ അവരും ഈ കാര്യത്തിൽ കൈമലർത്തുകയാണ്. നിലവിൽ ഈ ബില്ല് അടയ്ക്കാനും അടുത്ത ബിൽ വരുമ്പോൾ പരിശോധിക്കാമെന്നാണ് വാട്ടർ അതോറിറ്റി അധികാരികൾ പറയുന്നത്. ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളാണ് പഞ്ചായത്ത് അംഗം അൻവർ സാദിഖിനെ സമീപിക്കുന്നത്. ഇതിനു ഒരു പരിഹാരം ഉടൻ ഉണ്ടാകണമെന്നും വാട്ടർ അതോറിറ്റി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിഹാരമുണ്ടായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുമെന്ന് പഞ്ചായത്ത് അംഗവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ അൻവർ സാദിഖ് മുന്നറിയിപ്പ് നൽകി. ഇവരുടെ ലൈഫിൽ ലിസ്റ്റിൽ പേര് വന്നിട്ടും 2-3 കൊല്ലമായി കാത്തിരിക്കുന്ന ഈ പാവപ്പെട്ടവർക്ക് 9,000 രൂപ ബില്ലാണ് വാട്ടർ അതോറിറ്റി ചുമത്തിയിരിക്കുന്നത്. എന്തു ചെയ്യുമെന്നറിയാതെ വല്ലാതെ നെട്ടോട്ടത്തിലാണ് അവർ. വെറും ഒരു ഡ്രം വെള്ളം കൊണ്ട് 3 ദിവസം കഴിയുന്ന ഇവർക്ക് 9,000 രൂപ ബില്ല് വന്നത് വളരെയധികം പ്രതിഷേധമാണ്. ഇതൊരിക്കലും കെട്ടാൻ കഴിയുകയില്ല. ഇതിനെതിരെ വാട്ടർ അതോറിറ്റി അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ വന്ന് സമരം ചെയ്യേണ്ടി വരും. അതിനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് വിനീതമായി അവരോട് അഭ്യർത്ഥിക്കുകയാണ്, അവരോട് അപേക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടികജാതി ക്ഷേമ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി പട്ടാമ്പിയിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിക്കും. ഏപ്രിൽ 19-ന് സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിലാണ് സെമിനാറെന്ന് PKS ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ സനാതനധർമ്മമെന്ന പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ദുരിതങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നവരാണെന്ന് PKS ഭാരവാഹികൾ പറഞ്ഞു. പുതിയ കാലത്ത് സനാതന ധർമ്മമൂല്യത്തിന്റെ വക്താക്കളാക്കി ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വിവരണാതീതമായ മനുഷ്യത്വ വിരുദ്ധ വിവേചനങ്ങൾക്കെതിരെ നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിൽ നിരവധി പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് കേരളം. അധികാര ലബ്ധിക്ക് വേണ്ടി വിശ്വാസ പ്രമാണത്തെ വർഗീയമായി ഉപയോഗിക്കുന്ന സംഘപരിവാറിന്റെ പരിശ്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പട്ടികജാതി ക്ഷേമ സമിതി സെമിനാർ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സങ്കീർണമായ സാഹചര്യത്തെക്കുറിച്ച് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന ലക്ഷ്യം കൂടി സെമിനാറിനുണ്ട്. സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന പേര് സെമിനാറിന് നൽകിയത് തന്നെ ഈ ലക്ഷ്യം വെച്ചാണ്. 19-ന് വൈകിട്ട് 5 മണിക്ക് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിലാണ് പരിപാടി. അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരൻ ശ്രീചിത്രൻ വിഷയം അവതരിപ്പിക്കും. പാലക്കാട് ജില്ലയിൽ ജില്ലാതല സെമിനാർ പട്ടാമ്പിയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ
ഈ സെമിനാർ നാളെ 19-ാം തീയതി 5 മണിക്കാണ് ലിബർട്ടിയിൽ വെച്ച് നടക്കുന്നത്, കൽപ്പറ്റയിൽ വെച്ച് നടക്കുന്നത്. ഇതിൽ ഉയർത്തുന്ന വിഷയം സനാതനം ധർമ്മമോ അധർമ്മമോ എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം വലിയ പുരോഗതി പ്രാപിച്ച സമൂഹമാണ്. വലിയ നീണ്ട പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളം ഈ പുരോഗതി എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ നേടിയ പുരോഗതിയെ പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ, പി ഷൺമുഖൻ, പി ശ്രീനിവാസൻ, ഇ പി ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വേനൽ മഴ തൂങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ നെല്ലെടുക്കാൻ ഏജന്റിനെയും കാത്ത് ഉള്ളിൽ ഭയപ്പാടോടെ ഇരിക്കുകയാണ് കോട്ടായിയിലെ കർഷകർ. രണ്ടാം വിള കൊയ്ത് മാസങ്ങളായി നെല്ല് ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. മഴയിൽ നെല്ല് നനഞ്ഞാൽ വീണ്ടും ഉണക്കിയെടുക്കേണ്ടി വരും. ഇത് കർഷകന് ഇരട്ടി ചെലവും വരും. നെല്ലെടുക്കാൻ ആളെത്തും എന്ന് പറയുന്നതല്ലാതെ നെല്ല് എടുക്കുന്നതിനായി ആരും ഇതുവരെ എത്തിയിട്ടില്ല. നെല്ലിന് കാവൽ ഇരുന്ന് മടുത്തു എന്നാണ് കർഷകർ പറയുന്നത്. വെൽഫെയർ പാർട്ടിയുടെ ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. പത്തിരിപ്പാലയിൽ നടന്ന സ്ഥാപക ദിനാചരണം മണ്ഡലം സെക്രട്ടറി ഉമർ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. കാരണം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമ്മൾക്കറിയാം, ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും വളർന്നു വന്നിട്ടുള്ളത്. പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും, അത് ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യം. അതുപോലെ തന്നെയാണ് സാഹോദര്യം ഒരു ഭാഗത്ത് ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെയാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ ആരെയും ഭയപ്പെടാതെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായ പോരാട്ടം തന്നെയാണ് വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനസ് സക്കീർ പതാക ഉയർത്തി. ജാഫർ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. റസാഖ്, നാസർ, ഷംസുദ്ദീൻ മാളികയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ മുണ്ടമുക ശ്രീ അയ്യപ്പൻകാവ് ഉത്സവം സമാപിച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 10 ആരംഭിച്ച ആഘോഷ പരിപാടികൾക്കാണ് വ്യാഴാഴ്ച സമാപനമായത്. 8ാം വിളക്കിന് ശേഷം ആറാട്ടോടെയായിരുന്നു സമാപനം. വ്യാഴാഴ്ച വൈകുന്നേരം 6:30-ക്ക് ആറാട്ടിന് ശേഷം ഭാരതപ്പുഴയിൽ നിന്ന് പരമേശ്വരന്മാരാരുടെ പഞ്ചവാദ്യത്തോടെ തിരിച്ചെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് അത്താഴപൂജയും പ്രസാദവൂട്ടുമുണ്ടായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് മുണ്ടമുക അയ്യപ്പൻകാവിൽ ഉത്സവം ആരംഭിച്ചത്. വിപുലമായ കലാസാംസ്കാരിക പരിപാടികളോടുകൂടിയായിരുന്നു ഉത്സവാഘോഷം. 8 വിളക്ക് ദിനങ്ങളായാണ് ഉത്സവം കൊണ്ടാടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ഗവൺമെന്റ് സ്കൂളിലെ 1982-83 SSLC ബാച്ചിന്റെ സംഗമം ഹൃദയാനുഭവമായി. 42 വർഷങ്ങൾക്ക് സുഹൃത്തുക്കൾ ഒത്തുചേർന്നത് സ്നേഹത്തിന്റെയും ഓർമ്മകളുടെയും ഉത്സവമായി മാറി. കോട്ടായി സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ച ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ബാച്ചിലെ അംഗം കൂടിയായ കുഴൽമന്ദം ബ്ലോക്ക് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ബിന്ദു മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാറ്റൊലി. രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ലെന്നും കോടതി സൂപ്പർ പാർലമെന്റ് അല്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ നടപടിയെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയക്രമം നിശ്ചയിച്ച സുപ്രീം കോടതി വിധി വന്നിരിക്കെയാണ് ഉപരാഷ്ട്രപതിയുടെ പരാമർശം. ഈ പരാമർശത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റലിയിലേക്ക്. ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവന അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിക്കാത്തതാണ്. സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ ഭരണഘടന എന്താണോ പറയുന്നത് അത് വളരെയധികം പരിശോധിച്ചിട്ടാണ് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിക്കുക. എന്നാൽ ഉപരാഷ്ട്രപതി അദ്ദേഹം ഇരിക്കുന്ന പദവി എന്താണെന്ന് പോലും ആലോചിക്കാതെ അദ്ദേഹം വെറും സംഘപരിവാറിന്റെ ഒരു മൈക്കായി മാറുകയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഉപരാഷ്ട്രപതിയുടെ ഈ പരാമർശം എന്തുകൊണ്ടും ആർക്കും യോജിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഇതുപോലുള്ള പ്രസ്താവനകൾ തികച്ചും പ്രതിഷേധാർഹമാണ് എന്നാണ്
എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, കുറച്ച് ദിവസം മുന്നേ തന്നെ തമിഴ്നാട്ടിൽ ഒട്ടേറെ ബില്ലുകൾ നിയമസഭ പാസ്സാക്കുമ്പോൾ അതിനെ മരവിപ്പിക്കുന്ന ഗവർണർ രാഷ്ട്രപതി ഒപ്പുവെക്കുന്ന അങ്ങനെയുള്ള നിയമത്തിൽ നിരക്കാത്ത ചില കാര്യങ്ങൾ നൽകിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ചില രാഷ്ട്രീയ നിശ്ചിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ആ സർക്കാരിന് ഒരു വിലയും നൽകാത്ത ഒരു നടപടിയാണ് ഇന്ന് ഗവർണറൊക്കെ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ കേരളത്തോട് ചെയ്ത കേരള സർക്കാർ എടുത്ത പല നടപടികളും നിർത്തിവെക്കുക, സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ മരവിപ്പിക്കുക, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു സർക്കാരിനും ആ സർക്കാരിന് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു നിയമ സംവിധാനം അത് ജനങ്ങൾ നൽകിയതാണ്. ആ മാൻഡേറ്റ് 5 വർഷത്തേക്ക് ജനങ്ങൾ നൽകുമ്പോൾ ആ സർക്കാരിന് പ്രവർത്തിക്കാനുള്ള നിയമസാധുത നൽകണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഖഫ് വിഷയത്തിൽ BJP സർക്കാരിന്റേത് തീക്കളിയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സുപ്രീം കോടതി വിധി BJPക്കേറ്റ പ്രഹരം. ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി പാലക്കാട്ടെത്തിയ MA ബേബിക്ക് സ്വീകരണം. വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുനമ്പത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ BJPയും RSSും നടത്തിയ ശ്രമം വിലപ്പോയില്ല. ഇതിന് തെളിവാണ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രസ്താവനയെന്ന് MV ഗോവിന്ദൻ. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് പുതിയ സെക്രട്ടേറിയറ്റ്. 11-അംഗ സെക്രട്ടേറിയറ്റിൽ 2 പൊതുമുഖങ്ങൾ. പാലക്കാട് നഗരസഭയുടെ ഒരു പദ്ധതിക്ക് RSS സ്ഥാപകന്റെ പേരിടുന്നത് ഉചിതമായ നടപടിയല്ലെന്ന് മന്ത്രി MB രാജേഷ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെയോ ഭരണാധികാരികളെന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെയോ പേരാണ് നിശ്ചയിക്കുന്നതെങ്കിൽ യുക്തിയുണ്ട്. നേതാക്കൾക്ക് സ്മാരകം വേണമെങ്കിൽ അതാത് പാർട്ടികൾക്ക് സ്വന്തമായി നിർമ്മിക്കാമെന്നും മന്ത്രി. അട്ടപ്പാടി പുരപ്പുറ സോളാർ പദ്ധതിക്കെതിരെ ആദിവാസി കുടുംബങ്ങൾ കോടതിയിലേക്ക്. ഒരു വീടിന് 7 ലക്ഷം ചെലവഴിച്ച് നടപ്പാക്കിയ കോടികളുടെ പദ്ധതി നോക്കുകുത്തിയായി. വകുപ്പ് മന്ത്രിക്കെതിരെ അഴിമതി ആരോപണമുയർന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർവഹണ ഏജൻസിയായ അനേർട്ടിലെ ചില ഉദ്യോഗസ്ഥരും സംശയനിഴലിൽ. മാത്തൂരിൽ വിഷുവേലയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. പ്രതികൾ ആക്രമിച്ചത് സംഘർഷം തടയാൻ ശ്രമിച്ച SI ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ റിമാൻഡിൽ. ചെറുതുരുത്തിയിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് നിരവധി പേർക്ക് പരിക്ക്. പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഇടിച്ചു തകർത്തു. നിർത്താതെ പോയ കാർ പിന്തുടർന്ന് പിടികൂടിയത് നാട്ടുകാരും പോലീസും ചേർന്ന്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സെൻട്രലിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച അപകടം. പഴയ കുറാഞ്ചേരി ജംഗ്ഷനിൽ കാറും ഗൂഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. ത്യാഗസ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. കുരിശിന്റെ വഴിയിൽ അണിനിരന്ന വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. ഇനി പ്രത്യാശയുടെ ഉയർപ്പ് തിരുനാളിനായുള്ള കാത്തിരിപ്പ്. കുരിശ് രക്ഷയുടെ മാർഗമെന്ന് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.